കോടികൾ ലാലേട്ടന് ഒരു പുത്തരിയേയല്ല. ആദ്യ 50 കോടി, ആദ്യ 100 കോടി എന്നിങ്ങനെ നേട്ടങ്ങളുടെ പട്ടികയിലെ ഒന്നാമനാണ് ലാലേട്ടൻ എപ്പോഴും. മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ തന്നെയാണ് ലാലേട്ടൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയുമാണ്. മുൻപ് പലപ്പോഴും മോഹൻലാൽ എന്ന നടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമാണ്, അദ്ദേഹം വിന്റേജ് കാലത്തിന്റെ പ്രഭാവത്തിൽ നിലനിൽക്കുന്നതാണെന്നൊക്കെ പലരും പറഞ്ഞപ്പോഴും ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അതിനെല്ലാം ലാലേട്ടൻ തന്റെ സിനിമകളുടെ ബോക്സ് ഓഫീസ് സീറ്റുകൾ കാണിച്ചുകൊണ്ട് പിന്നീട് മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം സീരീസിലെ മൂന്നാമത്തെ സിനിമ 200 കോടിയും കടന്ന് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 2ാം വാരത്തിലും ലോകമാകമാനം മികച്ച ഒക്കുപ്പൻസിയോടെയാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന മോഹൻലാലിന്റെ മൂന്നാമത്തെ സിനിമയാണ് ദൃശ്യം 3. കഴിഞ്ഞ 14 മാസങ്ങളുടെ കാലയളവിൽ വച്ചാണ് ഈ 3 സിനിമകളും 200 കോടി ക്ലബിലെത്തുന്നത്. 2025 മാർച്ചിൽ റിലീസ് ചെയ്ത പൃഥ്വിരാജ് സംവിധായകനായ ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തിയ എമ്പുരാനാണ് മോഹൻലാലിന് ആദ്യമായി 200 കോടി എന്ന സ്വപ്ന നേട്ടം കൈപ്പിടിയിലാക്കാൻ അവസരമൊരുക്കിയ സിനിമ. പിന്നീട് 2025 തന്നെ ഇറങ്ങിയ തരുൺ മൂർത്തി ചിത്രം തുടരും 200 ക്ലബിലെ ലാലേട്ടന്റെ 2ാമത്തെ എൻട്രിയായി. ഇപ്പോഴിതാ ദൃശ്യം 3യും. ഇതിനിടെ സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലെത്തിയ ചിത്രം ഹൃദയപൂർവ്വം നേടിയ 72 കോടിയോളം നേട്ടവും ഒട്ടും ചെറുതായി കാണാൻ സാധിക്കില്ല. സത്യത്തിൽ മോഹൻലാലിന്റെ ഈ നേട്ടം വളരെ അപൂർവമെന്ന് വേണം പറയാൻ. കഴിഞ്ഞ 14 മാസങ്ങളിലായി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ലാലേട്ടൻ ചിത്രങ്ങൾ മാത്രം നേടിയത് 770 കോടിയോളമാണ്. ഇതൊരു സാധാരണ നേട്ടമൊന്നുമല്ല. മറ്റു ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ഇറങ്ങുന്ന ഇടവേള വലുതായതിനാൽ തന്നെ ഈയൊരു റെക്കോർഡ് അവിടെയും സംഭവിക്കാൻ സാധ്യത കുറവാണ്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, ദൃശ്യം 3 എന്നീ ചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 310 കോടിയോളമാണ്. ഇതിൽ തന്നെ ദൃശ്യം 3 ഇപ്പോഴും തിയേറ്റർ റണ്ണിംഗ് ആണെന്ന കാര്യം ഓർക്കണം. അതിന്റെ പോക്ക് കണ്ടിട്ട് ഉടനെ ഒന്നും ഒരു ഫുൾ സ്റ്റോപ്പ് പ്രതീക്ഷിക്കുകയും വേണ്ട. 300 കോടി എന്ന ലാലേട്ടന്റെ അടുത്ത ടാർഗറ്റിലേക്കുള്ള പോക്കാണ് കണ്ടിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് കറക്റ്റ് അല്ലേ? ബോക്സ് ഓഫീസിനെ ഒന്ന് തൂക്കിയടിക്കാൻ ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയില്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം.